കുടുംബവും കുഞ്ഞുങ്ങളും ആയതോടെയാണ് പേളിമാണി ടെലിവിഷൻ അവതാരക എന്ന റോളിൽ നിന്നും ഇടവേളയെടുത്തത്. മുമ്പ് മലയാളത്തിലെ ഒട്ടുമിക്ക റേറ്റിംഗ് ഉള്ള ചാനലുകളിലെയും പ്രധാന അവതാരകമാരിൽ ഒരാളായിരുന്നു പേളി. D4 ഡാൻസ് പോലുള്ള റിയാലിറ്റി ഷോകൾ വൻ വിജയമായി തീർന്നതിനൊരു കാരണം പേളി എന്ന അവതാരകയായിരുന്നു. ഈ ചാനൽ റിയാലിറ്റി ഷോയിൽ അവതാരകയായി പ്രവർത്തിക്കുന്നതിനിടെയാണ് ബിഗ് ബോസിലേക്ക് പേളിക്ക് ക്ഷണം വരുന്നത്. ഷോയിൽ 100 ദിവസം തികച്ച് ഫസ്റ്റ് റണ്ണറപ്പായ പേളി പുറത്തുവന്ന വൈകാതെ സീരിയൽ താരം ശ്രീനിഷ് അരവിന്ദനെ വിവാഹം ചെയ്തു. കുടുംബജീവിതം ആരംഭിച്ച് വൈകാതെ കുട്ടികൾ കൂടി പിറന്നതോടെ അവാർഡ് ഷോകളിൽ മാത്രമാണ് അവതാരക റോളിൽ പേളി പ്രത്യക്ഷപ്പെടാറുള്ളത്. കഴിഞ്ഞ വർഷം നടന്ന സൈമ അവാർഡ്സിൽ മലയാളത്തിൽ നിന്നും അവതാരകയായി പോയവരിൽ ഒരാൾ പേളിയായിരുന്നു. ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് പേളിയുടെ മുഴുവൻ ശ്രദ്ധയും. ക്വാളിറ്റി കണ്ടന്റ് എന്നതാണ് പേളിയുടെ യൂട്യൂബ് ചാനലിന്റെ പ്രധാന പ്രത്യേകത. രാജമൗലി മുതൽ നെസ്ലിൻ ഗഫൂറും ഗണപതിയും വരെ പേളിമാണി ഷോയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവതാരക റോൾ മാത്രമേ പേളിക്കുള്ളൂ. ചാനൽ നടത്തിപ്പും ആർട്ടിസ്റ്റ് കോർഡിനേഷനും അടക്കം മറ്റെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ശ്രീനിഷാണ്. ആദ്യത്തെ കുഞ്ഞ് പിറക്കം വരെ ശ്രീനിഷ് സീരിയലിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. പിന്നീട് അത് അവസാനിപ്പിച്ചു. ഒരു കാലത്ത് മലയാള സീരിയലിൽ മേഖലയിൽ ഏറെ ആരാധകരുള്ള യുവനടനായിരുന്നു ശ്രീനിഷ് അരവിന്ദ്. ഭർത്താവിനെ പ്രശംസിച്ച് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്തയാളാണ് പേളിമാണി. പേളിമാണി ഷോയിൽ അതിഥികളായി എത്തുന്ന എല്ലാവരോടും തൻ്റെ വിജയത്തിൻ്റെ കാരണം ശ്രീനിഷാണെന്ന തരത്തിൽ പലപ്പോഴും പേളി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രേക്ഷകരിൽ ചിലർ അതിൻ്റെ പേരിൽ പേളിയെ വിമർശിച്ച് കമൻറ്റുകൾ കുറിക്കാറുണ്ട്. ഗസ്റ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ പേളിക്ക് തുടക്കം ശ്രീനിഷിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനാണ്. ഗസ്റ്റിനെ പോലും മിണ്ടാൻ സമ്മതിക്കില്ല. എന്തു പറഞ്ഞാലും ശ്രീനിയെക്കുറിച്ചുള്ള പുകഴ്ത്ത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന തരത്തിലാണ് കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇപ്പോഴിതാ അത്തരം കമൻറ്റുകൾ കുറിച്ചവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പേളി. പേളിമാണി ഷോയുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ അതിഥികളായി എത്തിയത് ഗായിക സുജാതയും മകൾ ശ്വേതയുമായിരുന്നു. അവരുമായി വിശേഷങ്ങൾ പങ്കിടുന്നതിനിടയിലാണ് ശ്രീനിഷ് തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് പേളി തുറന്നു പറഞ്ഞത്. ഞാൻ എപ്പോഴും ശ്രീനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന പരാതി കമൻറ്റ് സെഷനിൽ ഞാൻ കാണാറുണ്ട്. ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം ശ്രീനിയാണ്. പിന്നെ ഞാൻ എങ്ങനെ ശ്രീനിയുടെ പേര് പറയാതിരിക്കും? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ ശ്രീനിക്കുണ്ട്. ഞാനിന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ശ്രീനി ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എത്ര ആണുങ്ങൾ ഇങ്ങനെ ചെയ്യും? അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ടീമാണ്. ഇന്നത്തെ ആളുകളിൽ ചിലർ കല്യാണം കഴിച്ചാൽ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷനാണ്. ആരാണ് വലുത്, ആരാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെയാണ്. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. നിങ്ങളൊരു ടീമാണെന്ന് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാനെന്നാണ് പേളി തൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മാതൃകയാക്കുന്ന കപ്പിളാണ് പേളിയും ശ്രീനിഷും.